1,86,90,000 സ്ത്രീകളുണ്ട് കേരളത്തിൽ. കേരളത്തിലെ പോപ്പുലേഷൻ ഡാറ്റ വിശകലനം ചെയ്ത് AI പറയുന്ന കണക്കാണിത്. ഇത്രയും സ്ത്രീകളിൽ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 74 ലക്ഷം പേരുണ്ട്. അതിൽ തന്നെ പുറത്ത് ജോലിക്ക് പോകാതെ വീട്ടിലെ ജോലികളുമായി ഒതുങ്ങിക്കൂടുന്ന ഫുൾ ടൈം ഹോം മേക്കേഴ്സായ 53 ലക്ഷം വീട്ടമ്മമാർ. അവരിൽ 78% ഹൃദയാരോഗ്യം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പാൽപിറ്റേഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ പുറമെ. ഒരു വീടിന്റെ താളം തെറ്റിക്കാൻ അവിടുത്തെ ഹോം മേക്കറിന്റെ മോശമായ ആരോഗ്യസ്ഥിതി മാത്രം മതി. ഇതിന് 2 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായി മരുന്ന് കഴിക്കുക. 2, കണിശമായ വ്യായാമം ചെയ്യുക. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും മരുന്ന് കഴിക്കാൻ മലയാളിയെ ആരും പഠിപ്പിക്കേണ്ട. പക്ഷേ വ്യായാമം പറയുന്നത് അല്പം ക്രൂരമാണെങ്കിലും നിങ്ങളോട് ഇത് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ ഒരു അവസരമുണ്ട്. ഈ വീട്ടമ്മമാർക്ക് അവരുടെ സമീപത്ത് ഒരു ജിം ആവശ്യമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാൻ, കൊച്ചു വർത്തമാനം പറയാൻ, ചെറിയ വർക്കൗട്ടുകൾ ചെയ്ത് ഹൃദയാരോഗ്യം വീണ്ടെടുക്കാൻ ഒരു സോഷ്യൽ ഹെൽത്ത് ക്ലബ്ബ്. അത്തരമൊന്നും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മാസാമാസം കൃത്യമായ വരുമാനവുമാകും. ആ പാവം വീട്ടമ്മമാർക്ക് ഒരു ഹെൽത്ത് റിലീഫുമാകും. അവരുടെ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ ഒഴിവാക്കാൻ അതുപോലെ സാധിച്ചേക്കും. പഴയ പോലെയല്ല കാലം. അടുക്കളയിൽ ഒതുങ്ങുന്ന തങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഈ വീട്ടമ്മമാർ ഇന്ന് ബോധവതികളാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും വൈകിട്ട് കൂട്ടമായി നടക്കാനിറങ്ങുന്ന വീട്ടമ്മമാർ ഇന്നൊരു പതിവ് കാഴ്ചയാവുന്നു. വീട്ടമ്മമാരുടെ ഈ അവയർനെസ് കൃത്യമായി മാർക്കറ്റ് ചെയ്താൽ അവരെ നമുക്ക് നമ്മുടെ ലേഡീസ് ഓൺലി ഹെൽത്ത് ക്ലബ്ബിലേക്ക് എത്തിക്കാം. ഇതേ ഹെൽത്ത് ക്ലബ്ബ് വെയിറ്റ് ലോസിനുള്ള ഒരു ഹെൽത്തി പാർലർ ആക്കാം, ഒരു ഹൃദയാരോഗ്യ കേന്ദ്രമാക്കാം. സാധ്യതകൾ അനന്തമാണ്. എന്റെ കസിൻ ശോഭ ഒരിക്കൽ എന്നെ വിളിച്ചു. അവൾ പറഞ്ഞു, വീട്ടിലിരുന്ന് മടുത്തു, എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ആരംഭിക്കണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് അവൾ താമസിക്കുന്ന ചെറിയ ടൗണിൽ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഹോം മേക്കേഴ്സായ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരമൊരു ലേഡീസ് ഓൺലി ഹെൽത്ത് ക്ലബ്ബ് ആരംഭിക്കാനായിരുന്നു. 2 വർഷം മുമ്പ് അവൾ അത് നടപ്പാക്കി. ഇന്ന് അത്തരത്തിലുള്ള 3 ഹെൽത്ത് ക്ലബ്ബുകളും പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം വരുമാനവുമായി അവൾ സുഖമായി ജീവിക്കുന്നു. ശോഭയുടെ ബിസിനസ് പ്ലാൻ, അത് എക്സിക്യൂട്ട് ചെയ്ത രീതി, സ്കെയിലിംഗ് അപ്പ്, ഇതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ശോഭ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അത്രയും വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ സൃഷ്ടിച്ച ഒന്ന്. അതറിയണം ആദ്യം. ശോഭ താമസിക്കുന്ന ആ ചെറിയ ടൗണിൽ 4ലേറെ ജിമ്മുകളുണ്ട്. അതിൽ 3ലും സ്ത്രീകൾക്കും പ്രവേശനമുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം സ്ത്രീ പ്രാതിനിധ്യം ആകെ മെമ്പർമാരുടെ 10% താഴെയാണ്. അതായത് ആ ടൗണിൽ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന 600ലേറെ പുരുഷന്മാരുള്ളപ്പോൾ അതിൽ 60ൽ താഴെ മാത്രം സ്ത്രീകളെ ഉള്ളൂ. ആ ഉള്ളവരിൽ തന്നെ കൂടുതലും വിദ്യാർത്ഥികളും 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരികളുമാണ്. അതായത് 40നും 60നും ഇടയിൽ പ്രായമുള്ള വലിയൊരു കസ്റ്റമർ ബേസ് അവിടെ പൂർണ്ണമായും ഒഴിഞ്ഞിടക്കുകയാണ്. ശോഭ ഈ മാർക്കറ്റ് ഗ്യാപ്പിനെ കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്തു. അടുത്തതായിട്ട് എന്താണ് 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ജിമ്മിൽ വരുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്ന് ശോഭ അന്വേഷിച്ചു. പല കാരണങ്ങൾ കണ്ടെത്തി. ഒന്ന്, ജിമ്മിൽ പോകാനുള്ള ജാള്യത. ചെറുപ്പക്കാരികളും നിറഞ്ഞ ജിമ്മിൽ ഒട്ടും ഇംപ്രസീവ് അല്ലാത്ത തന്റെ ബോഡി സ്ട്രെങ്ത് പ്രദർശിപ്പിക്കുന്നതിലെ നാണക്കേടാണ് ജിമ്മിൽ നിന്നും അവരെ അകറ്റുന്ന പ്രധാന കാരണം. 2, ജിമ്മിലേക്ക് എത്താനുള്ള ഗതാഗതം. ഈ വീട്ടമ്മമാരിൽ മിക്കവർക്കും ഒരു സ്കൂട്ടർ ഓടിക്കാൻ പോലും അറിയില്ല. അവരെ പതിവായി ജിമ്മിൽ കൃത്യസമയത്ത് കൊണ്ടുവിടാൻ വീട്ടിലാർക്കും സമയവുമില്ല, മനസ്സുമില്ല. 3, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ട്. അവരെ വിട്ട് ജിമ്മിലേക്കൊന്നും പോകാനൊക്കില്ല. 4, ഇനി ഈ പ്രായത്തിൽ ഹെൽത്ത് ക്ലബ്ബിൽ പോയാൽ ആളുകൾ എന്ത് കരുതുമെന്ന സോഷ്യൽ ആങ്സൈറ്റി. ജിം പോലൊരു സ്ഥാപനത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത തന്റെ ചുരുങ്ങിയ ലോകപരിചയത്തിന്റെ ജാള്യത. 5, ജിമ്മിൽ പോയാൽ തന്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുമെന്നുള്ള അജ്ഞത. ജിം എന്താണെന്നറിയാത്തതിന്റെ അകൽച്ച. 6, ആരും വിളിച്ചുമില്ല, പറഞ്ഞുമില്ല, അതുകൊണ്ട് പോയില്ല. പറ്റിയ കൂട്ടുണ്ടായിരുന്നെങ്കിൽ പോയേനെ. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ ജിമ്മിൽ നിന്നും അകറ്റുന്നതായി ശോഭ കണ്ടെത്തിയ ഈ കാരണങ്ങളെല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇത്തരം ഒരു ജിം ആരംഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 മെമ്പർമാരെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യണമെന്നും അവൾക്ക് മികച്ച ധാരണ ഉണ്ടായിരുന്നു. 40 കഴിഞ്ഞ സ്ത്രീകളെ ജിംനേഷ്യത്തിൽ നിന്നും കൃത്യമായ വ്യായാമത്തിൽ നിന്നും അകറ്റുന്ന ഈ 5 കാരണങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ബിസിനസ് പ്ലാനാകും തന്റേതെന്ന് ശോഭ മനസ്സിൽ ഉറപ്പിച്ചു. ശോഭ ആദ്യം ചെയ്തത് തന്റെ 40+ ലേഡീസ് ഓൺലി ജിം ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു. 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, സാധാരണയായി ഒരു ജിംനേഷ്യം തുടങ്ങുന്ന രീതിയിൽ 1500 സ്ക്വയർ ഫീറ്റ് എങ്കിലും വിസ്തീർണമുള്ള ഒരു കൊമേഴ്സ്യൽ കെട്ടിടം വാടകയ്ക്ക് എടുക്കുക. അവരുടെ ആ ചെറിയ ടൗണിൽ അതിന് 25,000 രൂപ മുതൽ 45,000 രൂപ വരെയെങ്കിലും മാസവാടകയാവും. അഡ്വാൻസ് ആയി 1 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകുകയും വേണം. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുക എന്നതായിരുന്നു. അതാകുമ്പോൾ മാസം 15,000 രൂപ വാടകയ്ക്ക് കാര്യം നടക്കും. അഡ്വാൻസ് ആയി 50,000 രൂപയിൽ താഴെ മതി. പക്ഷേ വീട് വാടകയ്ക്കെടുത്ത് ജിം തുടങ്ങുന്ന സമ്പ്രദായം കേരളത്തിലില്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ജപ്പാനിലുണ്ട്. അവിടങ്ങളിൽ വർക്കിംഗ് വുമൺ ഹോസ്റ്റലുകൾ പോലെ വർക്കിംഗ് വുമൺ ഹോം ജിമ്മുകളുണ്ട്. ഏത് പാതിരാത്രിയും പോയി വ്യായാമം ചെയ്ത് തിരിച്ചു വരാവുന്ന രീതിയിൽ. ചെലവ് കുറഞ്ഞ വീട് വാടകയ്ക്കെടുക്കൽ പരിപാടിയുമായി ശോഭ മുന്നോട്ട് പോയി. പക്ഷേ ഈ രീതിക്ക് ചില പരിമിതികളുണ്ട്. പ്രധാനമായി റൂം ലേഔട്ടുകൾ പ്രശ്നമാണ്. ഇടയ്ക്കിടെ ഭിത്തികളുള്ള, ഓപ്പൺ സ്പേസ് അധികമില്ലാത്ത, വായുസഞ്ചാരം കുറവുള്ള ചെറുമുറികൾ ജിംനേഷ്യത്തിനത്ര സുഖമല്ല. തന്റെ സുഹൃത്തായ ഇന്റീരിയർ വിദഗ്ധയുടെ സഹായത്തോടെ ഈ പരിമിതി ശോഭ അതിജീവിച്ചു. ജിംനേഷ്യത്തിലേക്കായി താൻ വാങ്ങാനിരിക്കുന്ന എക്യുപ്മെന്റ്സിന് അനുസൃതമായി ഒരു സമയം 80 പേർക്ക് വരെ ആ വീട്ടിൽ വ്യായാമം ചെയ്യാവുന്ന രീതിയിൽ ഡ്രസ്
വർക്ക് ചെയ്ത ടെറസിൽ പോലും സ്പേസ് ക്രമീകരിച്ചു. ലൊക്കേഷൻ തയ്യാറായതോടെ എക്യുപ്മെന്റ്സിന്റെ പർച്ചേസിലേക്ക് ശോഭ പ്രവേശിച്ചു. ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ഇക്കാര്യത്തിൽ ശോഭയെ സഹായിച്ചു. ജിംനേഷ്യത്തിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണത്തിന്റെ 80% ബാങ്ക് ലോണായി നൽകി. ശോഭ ജിമ്മിലേക്ക് സാധനങ്ങൾ വാങ്ങാനിറങ്ങി. എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ്. മസിൽ ഉണ്ടാക്കാനല്ല അവർ ജിമ്മിൽ വരുന്നത്. ബോഡി മെറ്റബോളിസം ക്രമീകരിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മുതലായ ജീവിതശൈലി രോഗങ്ങളെ അകറ്റുക, ഒരു ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത ഇല്ലാതാക്കുക. ഇതാണ് ആവശ്യം. അപ്പോൾ അതിന് ഫലപ്രദമായ ലളിതമായ ഉപകരണങ്ങളാണ് ആവശ്യം. ഇവ പൊതുവെ കാർഡിയോ വർക്കൗട്ട് എന്നറിയപ്പെടുന്നു. ഹൃദയമാണ് ഇവിടെ പ്രധാനം. അവൻ ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. കാർഡിയോ വർക്കൗട്ടിന് വാങ്ങിയ ഉപകരണങ്ങൾ ഇവയാണ്. ട്രെഡ്മിൽ. കാർഡിയോ വർക്കൗട്ട് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇവനിലാണ്. വ്യത്യസ്ത പാറ്റേണിലുള്ള 6 ഹെവി ഡ്യൂട്ടി ട്രെഡ്മില്ലുകളാണ് ശോഭ വാങ്ങിയത്. ചെന്നൈയിലെ ജിം സപ്ലയറുടെ ഹോൾസെയിൽ വില ഒന്നിന് 21,000 രൂപ. ഇത് ഡെക്കാത്തലോണിലെ വിലയല്ല, ഹോൾസെയിൽ വിലയാണ്. അപ്രൈറ്റ് ബൈക്സ്. ഇത് 4 വാങ്ങി. ഇതും പ്രധാനമാണ്. ഹെവി ഡ്യൂട്ടി ജിം സ്പെഷ്യലായി ഇവ ഒന്നിന് 7,500 രൂപ. സ്റ്റെയർ സ്റ്റെപ്പർ 5 വാങ്ങി. ഒന്നിന് വില 3,200 രൂപ. റോവിംഗ് മെഷീൻ 3 ഒന്നിന് വില 8,500. ക്രോസ് ട്രെയിനർ 2 വില ഒന്നിന് 15,000. ഇൻഡോർ സൈക്കിൾ 3 ഒന്നിന് വില 9,500. ബെഞ്ച് പ്രസ് 2 ഒന്നിന് 8,000 രൂപ. ഡിപ് സ്റ്റാൻഡ് 1 12,000 രൂപ. ചെസ്റ്റ് പ്രസ് മെഷീൻ 1 വില 9,000 രൂപ. കേബിൾ റോ മെഷീൻ 3 13,000 രൂപ. ഏതാണ്ട് 30ഓളം മെഷീനുകൾ. ഇതിനു പുറമെ ഡംബെൽസ്, റെസിസ്റ്റൻസ് ബാൻഡ്സ്, ബാർബെൽസ്, വെയിറ്റ് പ്ലേറ്റ്, ബാറുകൾ, മെഡിസിൻ ബോൾസ്, ബാറ്റിൽ റോപ്പ്, ജംപ് റോപ്പ്, സസ്പെൻഷൻ ട്രെയിനേഴ്സ്, യോഗ മാറ്റുകൾ, ഫോം റോളേഴ്സ് തുടങ്ങി ഏതാണ്ട് 120 പേരെ ഒരേ സമയം എക്സർസൈസിൽ എൻഗേജഡ് ആക്കി നിർത്താനുള്ള സാധനങ്ങളാണ് ശോഭ വാങ്ങിയത്. ഇതിന് ബാങ്ക് ശോഭയ്ക്ക് 2,80,000 രൂപ വായ്പ നൽകി. ശോഭ 70,000 രൂപയോളം മുടക്കി. സത്യത്തിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് ശോഭയ്ക്ക് പിന്നീട് മനസ്സിലായി. കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ സമയം കിട്ടിയാൽ അല്പം വ്യായാമം ചെയ്യാനുള്ള മൈൻഡ് സെറ്റോടെയാണ് മഹിളാമണികൾ ജിമ്മിലേക്ക് വന്നിരുന്നത്. എന്തായാലും ഉപകരണങ്ങൾ രണ്ടാമതൊരു ജിം തുടങ്ങിയപ്പോൾ അവിടേക്ക് മാറ്റാനായത് ശോഭയ്ക്ക് ഗുണം ചെയ്തു. അയൺ ക്യൂൻസ് എന്ന ശോഭ തന്റെ 40+ ലേഡീസ് ഓൺലി ജിമ്മിന് പേരിട്ടു. പ്രതിമാസം 800 രൂപ മെമ്പർഷിപ്പ് ഫീസായി നിജപ്പെടുത്തി. അടുത്തതായി എന്ത് ചെയ്യണമെന്നൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി. 1. ഇത്തരമൊരു ജിം തങ്ങളുടെ അയൽപ്പക്കത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പെണ്ണുങ്ങളെ അറിയിക്കണം. 2. അവർക്ക് ജിമ്മിലേക്ക് ദിവസവും എത്താൻ അധികം ആയാസമില്ലാത്ത ഒരു ഗതാഗത മാർഗം ഏർപ്പാടാക്കണം. 3. മികച്ച ഓഫറുകൾ നൽകി ജിമ്മിലേക്ക് ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ എത്തിക്കണം. അതായത് ഇനീഷ്യൽ കസ്റ്റമർ അക്വിസിഷൻ. ആദ്യത്തെ കാര്യം ശോഭ ചെയ്തത് വളരെ വിദഗ്ധമായാണ്. ശോഭയും 2 പെൺസുഹൃത്തുക്കളും ചേർന്ന് ചെറിയ ലീഫ്ലെറ്റുകൾ തയ്യാറാക്കി. 40നും 60നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്കിടയിൽ വ്യായാമത്തിന്റെ ആവശ്യകതയും അതിനൊരു പ്രൊഫഷണൽ ജിം അവരെ എങ്ങനെ സഹായിക്കുമെന്നും ആ നോട്ടീസിലുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ അവർ ജിമ്മിലേക്ക് ക്ഷണിച്ചു. 2 ആഴ്ച കൊണ്ട് ഏതാണ്ട് 500ലേറെ വീടുകളിൽ ശോഭയും സുഹൃത്തുക്കളും നോട്ടീസുമായി കയറി ഇറങ്ങി. ഒരു ജിം എന്നതിനേക്കാൾ സ്ത്രീകൾക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാനും ആശയങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരു സോഷ്യൽ ക്ലബ്ബ് കൂടിയായിരിക്കും അതെന്ന് കൂടി നോട്ടീസിലുണ്ടായിരുന്നു. കയറി 500 വീടുകളിൽ 75 വീടുകളിലെ സ്ത്രീകളും അതിനോട് താല്പര്യം കാണിച്ചു. പക്ഷെ അവരിൽ ബഹുഭൂരിപക്ഷവും അടുത്ത ചോദ്യം ചോദിച്ചു: എങ്ങനെ ദിവസവും ഹെൽത്ത് ക്ലബ്ബിലേക്ക് വരും? വണ്ടി ഓടിക്കാൻ അറിയില്ല. അവിടെ ശോഭയുടെ 2ാമത്തെ മാർക്കറ്റിംഗ് ബുദ്ധി പ്രവർത്തിച്ചു. സ്കൂൾ ബസ് പോലൊരു വണ്ടി ശോഭ കരാറാക്കിയിരുന്നു. പ്രതിമാസം ഒരു നിശ്ചിത തുകയ്ക്ക് ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെ അത് ജിമ്മിന് വേണ്ടി ഓടും. വീട്ടുപടിക്കൽ ജിമ്മിന്റെ വണ്ടി വരും. പെണ്ണുങ്ങൾ കയറും. വർക്കൗട്ട് കഴിഞ്ഞ് അതേ വണ്ടിയിൽ അവരെ തിരികെ എത്തിക്കും. ഇതിന് ചെറിയൊരു തുക അഡീഷണലായി മെമ്പർഷിപ്പ് ഫീസിനൊപ്പം നൽകണം. ശോഭ ഇത് സാധിച്ചത് വളരെ കോസ്റ്റ് എഫക്റ്റീവായാണ്. അവൾ ആദ്യഘട്ടത്തിൽ ഒരു മിനി ബസ് ലീസിനെടുക്കാനോ സ്വന്തമായി വാങ്ങാനോ ഒരാലോചിച്ചിരുന്നു. തന്റെ ജിമ്മിന്റെ ലോഗോയുമായി അത് ടൗണിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നതും അവൾ സ്വപ്നം കണ്ടു. പക്ഷെ പിന്നീടാണ് മാസ വാടകയ്ക്ക് ഡ്രൈവർ അടക്കം വണ്ടി വാടകയ്ക്ക് എടുക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. സ്കൂൾ ട്രിപ്പിന് പോകുന്ന ഒരു മിനി ബസ് ആയിരുന്നു അത്. 5 മണി മുതൽ ശോഭയുടെ ജിമ്മിന് വേണ്ടി ഓടും. ഒരു മെമ്പർക്ക് ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസം, മാസത്തിൽ 30 ദിവസം 600 രൂപ മാത്രം അധിക ചെലവ്. അതായത് വണ്ടി വേണ്ടാത്ത മെമ്പർക്ക് മാസം 800 രൂപയാണ് ജിമ്മിലെ ഫീസ്. വണ്ടി ആവശ്യമുള്ളവർക്ക് 1,400 രൂപ. ഡ്രൈവറും ഇന്ധനവും അടക്കം മാസം മിനി ബസിന് വാടകയായി ശോഭ നൽകേണ്ടി വന്നത് 32,000 രൂപയാണ്. ശോഭ ക്യാൻവാസ് ചെയ്യാൻ ഇറങ്ങിയ ചില സ്ത്രീകൾ പറഞ്ഞത് തങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെന്നും അവരുമായി ജിമ്മിലേക്ക് ദിവസവും വരുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുമായിരുന്നു. അതിനും ശോഭ വഴി കണ്ടെത്തിയിരുന്നു. തന്റെ ജിമ്മിൽ കുട്ടികൾക്കായി ഒരു കോർണർ ശോഭ ഒരുക്കിയിട്ടുണ്ട്. കാരം ബോർഡും ലുഡോയും പോലുള്ള ബോർഡ് ഗെയിമുകളും വീഡിയോ ഗെയിം പാർലറും കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ ചെറിയ ലൈബ്രറിയും അതിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് ദിവസവും 1-2 മണിക്കൂർ ചിലവഴിക്കാൻ ഒരു പ്രയാസവുമില്ല. മാത്രമല്ല മറ്റു മെമ്പർമാരുടെ കുട്ടികളുമായുള്ള സഹവാസവും അവർക്ക് രസകരമായിരിക്കും. പിന്നെ ഈ കുട്ടികൾ തന്നെ അമ്മയെയും അമ്മൂമ്മയും എല്ലാം ജിമ്മിൽ പോകാൻ നിർബന്ധിക്കും. ഫീസിന്റെ കാര്യത്തിൽ അതല്പം കൂടുതലല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ചവർക്ക് ശോഭ മറുമരുന്ന് കണ്ടെത്തി. ഉദ്ഘാടന ഓഫറായി ആദ്യത്തെ മാസം ഫീസില്ല, പൂർണ്ണമായും സൗജന്യം. വാഹനം വേണമെങ്കിൽ അതിന്റെ വാടക മാത്രം മതി. 2ാമത്തെ മാസം മുതൽ മാത്രം ഫീസ് നൽകി തുടങ്ങിയാൽ മതി. പിന്നെ ജിമ്മിലേക്ക് തങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നവർക്ക് 2ാം മാസം മാത്രം 50% ഫീസ് ഇളവും. ആൻ ഓഫർ യു കൺ റിഫ്യൂസ്. ഇതിനെല്ലാം പുറമെ തന്റെ ജിമ്മിൽ വരുന്നവർക്ക് മാസത്തിൽ 2 തവണ തന്റെ സുഹൃത്തായ ഡയറ്റീഷ്യന്റെ സേവനവും വെയിറ്റ് ലോസിന് മാസത്തിൽ 1 തവണ ജിമ്മിൽ സൗജന്യമായി ഡോക്ടറോട് കൺസൾട്ടേഷനും ശോഭ ഓഫർ ചെയ്തു. അങ്ങനെ ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ ഏതാണ്ട് 60 മെമ്പർമാർ ശോഭയുടെ ജിമ്മിൽ ചേർന്നു. അത് പോരായിരുന്നു. തന്റെ ജിം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 100 മെമ്പർമാർ ഉണ്ടായിരിക്കണമെന്നത് ശോഭയ്ക്ക് നിർബന്ധമായിരുന്നു. ശോഭ ഇൻസ്റ്റഗ്രാം വഴിയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിരന്തര പ്രചാരണം നടത്തി. സൂപ്പർ മാർക്കറ്റുകളിൽ ലീഫ്ലെറ്റുകൾ വെച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സ്ത്രീകൾക്ക് 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശോഭയുടെ ജിമ്മിൽ
ആദ്യ മാസം ഫീസ് കൊടുക്കേണ്ട, ഫ്രീ കൂപ്പൺ കിട്ടും. അത് വിജയമായി. അങ്ങനെ എല്ലാത്തരം മാർക്കറ്റിംഗ് ചേർന്ന് 110 മെമ്പർമാരെ ആദ്യഘട്ടത്തിൽ ചേർത്ത് ശോഭ തന്റെ ജിം ഉദ്ഘാടനം ചെയ്തു. ഈ വീഡിയോയിൽ ബിസിനസ് ആശയമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ആശയമോ വികസിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്റെ പേര് ബിനീഷ് അരവിന്ദൻ. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന 100 പേരിൽ 95 പേരും അത് തുടങ്ങാതെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പരാജയപ്പെട്ട് പിന്മാറുകയോ ആണ് ചെയ്യാറ്. കൃത്യമായ ബിസിനസ് ഐഡിയ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ വരുന്നവരുണ്ട്. എവിടെ എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായ റോഡ് മാപ്പ് ഇല്ലാത്തവരുണ്ട്. ബിസിനസിന്റെ ലീഗൽ ആൻഡ് ലൈസൻസിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് അറിവില്ലാത്തവരും മാർക്കറ്റ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവിടെയെല്ലാം എനിക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ₹1 പോലും ചെലവഴിക്കാതെ ആരംഭിക്കുന്ന സംരംഭം മുതൽ വലിയ മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ വരെ എന്തിനും ഉപദേശം നൽകി കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ 1-on-1 ബിസിനസ് കൺസൾട്ടിംഗ് സർവീസിൽ നിങ്ങളുടെ താല്പര്യം, ബജറ്റ്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രദേശത്തെ മാർക്കറ്റ് എന്നിവയെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾക്ക് മാത്രം അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ബിസിനസ് ഗൈഡൻസ് ആണ് ഞാൻ നൽകുന്നത്. ബിസിനസ് ആശയം കണ്ടെത്തലും വാലിഡേഷനും, ആദ്യത്തെ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കൽ, ലൈസൻസിംഗും നിയമവശങ്ങളും, GST രജിസ്ട്രേഷൻ, MSME, ഉദ്യമ FSSAI, ബ്രാൻഡ് ട്രേഡ് മാർക്ക്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്കെയിലിംഗ് അപ്പ്, ഇവയെല്ലാം ഒരു സിംഗിൾ പാക്കേജ്. നിങ്ങളെ ഒരിക്കലും എൻ്റെ പുതിയ കോഴ്സുകൾ അപ്സെൽ ചെയ്ത് ഞാൻ സമ്മർദ്ദത്തിലാക്കില്ല. എല്ലാറ്റിനുമായി ഒരൊറ്റ പാക്കേജ് മാത്രം. നിലവിലുള്ള ജോലിക്കൊപ്പം പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കും പാർട്ട് ടൈം ബിസിനസ് താല്പര്യങ്ങളുള്ളവർക്കും ചെറിയ മുതൽ മുടക്കിൽ സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ബിസിനസ് ഐഡിയ കൈവശമുണ്ടെങ്കിലും പ്രാക്ടിക്കൽ വേൾഡിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആശയക്കുഴപ്പമുള്ള തുടക്കക്കാർക്കും നിലവിലുള്ള സംരംഭകർക്കും ഇത് യൂസ്ഫുൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് വളരാം. വീഡിയോയിലേക്ക് തിരികെ പോകാം. ആദ്യഘട്ടം മുതൽ നോക്കാം. വീട് വാടകയ്ക്ക് എടുക്കാൻ അഡ്വാൻസായി ശോഭ നൽകിയത് 50,000 രൂപ. 6 മാസത്തെ വാടക ശോഭ മുൻകരുതലായി കയ്യിൽ വെച്ചു, ഏതാണ്ട് 90,000 രൂപയോളം. ഉപകരണങ്ങൾ വാങ്ങാനും അതിന്റെ ട്രാൻസ്പോർട്ടേഷനുമായി ശോഭയ്ക്ക് ചിലവായത് ഏതാണ്ട് 80,000 രൂപ. 3 മാസത്തേക്കുള്ള വാഹനത്തിന്റെ വാടകയായി ശോഭ കയ്യിൽ കരുതിയത് 1,00,000 രൂപയോളം. 3 മാസത്തെ ബാങ്ക് ലോൺ തിരിച്ചടവിന് 30,000 രൂപയും കരുതി. വനിതാ ട്രെയിനർ നിയമിച്ച് അവൾക്ക് 3 മാസത്തേക്കുള്ള ശമ്പളം മുൻകരുതലായി കരുതി, ഏതാണ്ട് 45,000 രൂപ. വൈദ്യുതി, ഓഫീസ് ചെലവ്, മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി 3 മാസത്തേക്ക് 50,000 രൂപ കൂടെ കരുതി. മാർക്കറ്റിംഗിന് ചിലവായത് 10,000 രൂപയോളം. അപ്പോൾ ശോഭയുടെ യഥാർത്ഥ ആരംഭ ചിലവുകൾ എങ്ങനെയാണ്? വീട് അഡ്വാൻസ് പ്ലസ് ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ ഉപഭോക്തൃ വിഹിതം പ്ലസ് മാർക്കറ്റിംഗ്, അതായത് 50,000 പ്ലസ് 80,000 പ്ലസ് 10,000, 1,40,40,000 രൂപ. എത്ര രൂപ വർക്കിംഗ് ക്യാപിറ്റലായി കയ്യിൽ കരുതിയിട്ടുണ്ട്? 6 മാസത്തെ വാടക പ്ലസ് 3 മാസത്തെ വാഹന വാടക പ്ലസ് 3 മാസത്തെ ബാങ്ക് ലോൺ തിരിച്ചടവ് പ്ലസ് ട്രെയിനർക്കുള്ള ശമ്പളം പ്ലസ് മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി 3,15,000 രൂപ ശോഭയ്ക്ക് വർക്കിംഗ് ക്യാപിറ്റലായി ബാങ്കിലുണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റലും ബാങ്ക് ലോണായി നൽകിയതാണ്. കൃത്യമായി തന്റെ ആശയം വിവരിക്കുന്ന പ്രൊജക്ട് ശോഭ ബാങ്കിന് നൽകി. യാതൊരു ഈടുമില്ലാതെ ബാങ്ക് വിശ്വാസപൂർവ്വം ഉപകരണങ്ങൾ വാങ്ങാനും വർക്കിംഗ് ക്യാപിറ്റലിനുമായി 6 ലക്ഷം രൂപ ലോൺ അനുവദിക്കുകയായിരുന്നു. ഇനി ശോഭയ്ക്ക് ലാഭമായി ലഭിച്ചത് എന്താണെന്ന് നോക്കാം. ആദ്യ മാസം 110 അംഗങ്ങളാണ് മെമ്പർമാരായി ജിമ്മിൽ ചേർന്നത്. അവരിൽ 30 പേർ 2ാം മാസം കൊഴിഞ്ഞുപോയി. പക്ഷേ 35 പേർ പുതുതായി ചേർന്നു. അപ്പോൾ ഫീസ് പിരിക്കാൻ തുടങ്ങുന്ന 2ാം മാസം 115 അംഗങ്ങൾ ശോഭയുടെ ജിം മെമ്പർമാരായി ഉണ്ട്. അവരിൽ 40 പേർ വാഹനമടക്കമുള്ള ഓപ്ഷനാണ് സ്വീകരിച്ചത്. ബാക്കി 75 പേർ സാധാരണ മെമ്പർഷിപ്പും. സാധാരണ മെമ്പർക്ക് ഫീസ് 800 രൂപ, വാഹനം വേണ്ടവർക്ക് 1,400 രൂപ. അങ്ങനെയാണല്ലോ. 75 സാധാരണ മെമ്പർമാരിൽ നിന്നും 60,000 രൂപ മാസാദ്യം തന്നെ ശോഭയ്ക്ക് ലഭിച്ചു. ജിമ്മുകളിലെല്ലാം മാസത്തിലെ ആദ്യ ആഴ്ച മുൻകൂറായി ഫീസ് കൊടുക്കണം. വാഹനം ഓപ്റ്റ് ചെയ്ത 40 പേരിൽ നിന്നും 56,000 രൂപ ലഭിച്ചു. അങ്ങനെ 2ാം മാസത്തിന്റെ തുടക്കത്തിൽ ശോഭയുടെ അക്കൗണ്ടിൽ വീണത് 60,000 പ്ലസ് 56,000 രൂപ, ആകെ 1,16,000 രൂപ. ഇനി ശോഭയുടെ ഒരു മാസത്തെ ചിലവുകൾ നോക്കാം. വീടിന്റെ വാടക 15,000 രൂപ, വാഹനത്തിന്റെ വാടക 32,000 രൂപ, ട്രെയിനറുടെ ശമ്പളം 15,000 രൂപ, വൈദ്യുതി മറ്റ് അനാമത്തെ ചിലവുകൾക്ക് 13,000 രൂപ, ആകെ 75,000 രൂപ. വരവ് 1,16,000 രൂപ, ചിലവ് 75,000 രൂപ. 2ാം മാസം മുതൽ ശോഭയുടെ പ്രവർത്തന ലാഭം 41,000 രൂപ. ഇങ്ങനെ നോക്കിയാൽ വെറും 1 വർഷം കൊണ്ട് തന്നെ തന്റെ ബാങ്ക് ലോണും കയ്യിൽ നിന്ന് ചെലവായ പണവും തിരിച്ചുപിടിക്കാൻ നമ്മുടെ സാങ്കല്പിക കഥാനായിക ശോഭയ്ക്ക് സാധിച്ചു. ഓരോ മാസവും ശോഭ മെമ്പർമാരുടെ എണ്ണം കൂട്ടി. മെമ്പർമാർക്ക് ഡയറ്റിംഗ് പാക്കുകൾ, വെയിറ്റ് ലോസ് പാക്കേജുകൾ തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾ വിറ്റും ശോഭ ലാഭം വർദ്ധിപ്പിച്ചു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ശോഭ 2ാമത്തെ ജിമ്മും 6 മാസത്തിനുള്ളിൽ 3ാമത്തെ ജിമ്മും തുറന്നു. ഇന്ന് 3 ജിമ്മുകളിൽ നിന്നുമായി പ്രതിമാസം അവൾ നേടുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയോളം. എന്തായിരുന്നു ശോഭയുടെ വിജയത്തിന്റെ രഹസ്യം? 1, അവൾ മാർക്കറ്റിലെ ഒരു വലിയ ഗ്യാപ്പ് കണ്ടെത്തി അതിനെ അഡ്രസ് ചെയ്തു. 2, ഓവർ 40 ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ ജിമ്മിലേക്ക് വരുന്നതിൽ നിന്നും തടയുന്ന സാഹചര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തു. കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ ചുരുങ്ങിയ ചെലവിൽ ഒതുക്കി. ഇതെല്ലാം ഒരു ബാങ്ക് മാനേജറെ ബോധ്യപ്പെടുത്താൻ സാധിച്ച ലോൺ നേടി. എല്ലാത്തിനും ഉപരി ശോഭയുടെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും അവളെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു. ഇനി ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ വരാവുന്ന ചില കമന്റുകളെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ചില സാമ്പിളുകൾ പറയാം. 1, എന്റെ മോനെ ജിമ്മിന് ആരും വീട് റെന്റിന് തരില്ല, ഇനി തന്നാലും പ്രാക്ടിക്കൽ അല്ല. ഇതിനുള്ള എന്റെ മറുപടി ഇപ്പോഴേ പറഞ്ഞേക്കാം, കിട്ടും. നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ 1,500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു 2 നില വീട് നിങ്ങൾക്ക് ജിമ്മാക്കി മാറ്റാനാകും. വായുസഞ്ചാരവും ഒരു ലോബി ഏരിയയും ക്രമപ്പെടുത്തിയാൽ മതി. ഇനി
ഇത് നടക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ കൊമേഴ്സ്യൽ കിട്ടണം തന്നെ എടുത്തോളൂ, ചിലവൽപ്പം കൂടുമെന്ന് മാത്രം. രണ്ടാമത്തെ കമന്റ്, ഇതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം ചങ്ങാതി, നടക്കുന്ന കാര്യമല്ല. എന്റെ ഉത്തരം ഇതാണ്, കുറഞ്ഞത് 1.5 ലക്ഷം രൂപ കയ്യിൽ വേണം, നല്ല സിവിൽ ട്രാക്ക് റെക്കോർഡ് വേണം, സുഖമായി നടക്കും. മൂന്നാമത്തെ കമന്റ്, നാട്ടിലെമ്പാടും ഒരുപാട് മിക്സഡ് ജിം ഉണ്ട് സുഹൃത്തെ, ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഉത്തരം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ആവർത്തിക്കുന്നില്ല. നാലാമത്തെ കമന്റ്, 800 രൂപയൊന്നും ആരും മാസവരി തരില്ല. ഉത്തരം ഇതാണ്, തകര ഷെഡ് മറിച്ച ജിമ്മുകളിൽ പോലും 1000 രൂപ വരെ പുരുഷന്മാരിൽ നിന്നും വാങ്ങുന്നുണ്ട്. 800 രൂപ തീരെ കുറവാണ്. ഫീസ് 2ാം വർഷം മുതൽ കൂട്ടണമെന്ന് ഞാൻ പറയൂ. 5, നമ്മുടെ വീട്ടമ്മമാർ ജിം കൾച്ചറിനെതിരാണ്, അവർ ആദ്യ മാസം വന്ന് പിന്നെ വരില്ല. തീർച്ചയായും വരുമെന്നാകും ഞാൻ കൊടുക്കുന്ന ഉത്തരം. അതിനുള്ള അന്തരീക്ഷവും ഊഷ്മളതയും ഒരു വുമൺ ക്ലബ് അറ്റ്മോസ്ഫിയറും ജിമ്മിൽ ഒരുക്കണം. പെണ്ണുങ്ങൾ വൈകുന്നേരമാകാൻ കാത്തിരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ ജിമ്മിലേക്ക് വരാൻ. 6ാമത്തെ കമന്റ്, ആണും പെണ്ണും ഒരുമിച്ച് ജിമ്മിൽ പോകേണ്ട എന്ന സമസ്തയുടെ വെല്ലുവിളി കണ്ടിട്ടാണോ പെണ്ണുങ്ങൾക്ക് മാത്രമായി ജിം ഒരുക്കുന്നത് എന്ന അല്പം രാഷ്ട്രീയ ചുവയുള്ള കമന്റും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കരുതിയാലും തെറ്റില്ല എന്നാണ് എന്റെ ഉത്തരം. ഞാൻ പുരോഗമനവാദിയാണ്, പക്ഷെ എല്ലാവരും അങ്ങനെയാകണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനാകില്ലല്ലോ. അപ്പോൾ ശരി, ആരാണ് അടുത്ത ശോഭ? നിങ്ങളിൽ ഒരാളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിന് തുറഞ്ഞിറങ്ങിക്കോളൂ. കഠിനാധ്വാനവും മടുക്കാത്ത മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാൻ കഴിയുന്ന സംരംഭമാണിത്.